1998 ലെജൻഡറി വെഹിക്കിളായുള്ള ടാറ്റ സഫാരിയുടെ ജനനം. അത് കഴിഞ്ഞ് 2021 സെക്കൻഡ് ജനറേഷനായുള്ള ടാറ്റ സഫാരി റീബോൺ ചെയ്തു. പിന്നെ 2023 ഡിസംബറിൽ നമ്മുടെ കിണ്ണങ്കാച്ചി സാധനം ടാറ്റ സഫാരിയുടെ തേർഡ് ജനറേഷൻ പ്രീമിയം മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വിശേഷങ്ങൾക്ക് നോക്കിയാലോ. അതെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഏറ്റവും പുതിയ ടാറ്റ സഫാരി റീബോൺ ചെയ്തിട്ടുള്ള, അതായത് ഫേസ് ലിഫ്റ്റോട് കൂടി വന്നുള്ള കിടല സാധനം. കീയൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? പ്രീമിയത്തിൻ്റെ ഒക്കെ ഒരു ടോപ്പ് ലെവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാണ്ട. ചെറിയ വിലയിൽ മാക്സിമം പ്രീമിയം ഐറ്റംസും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ലക്ഷറി ഫീച്ചേഴ്സും നമുക്ക് തരുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സ്. അത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. നമുക്ക് വിശേഷങ്ങൾക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ ഒരു സീക്വൻഷ്യൽ DRL കാണാം, കണക്റ്റിംഗ് DRLs. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു DRLs കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പ്ലസ് നമുക്കൊരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ട, ഇതാണ് കണക്റ്റഡ് DRLs സെൻറ്ററിൽ. ഇത് കത്തുന്ന കാണാനൊക്കെ നല്ല രസമാണ്. നമ്മളിപ്പോൾ റിമോട്ട് വെച്ച് ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിലത്തെ ഗ്രില്ല് നോക്കുമ്പോൾ ഇതുവരെ മറ്റുള്ള വാഹനത്തിൽ കാണാത്ത ഒരു പ്രത്യേക തരം ഗ്രില്ലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ബോഡി കളറിനനുസരിച്ച് ചേഞ്ച് ആവും. ഇപ്പോൾ ഒരു ക്രോമിയം ഫിനിഷാണ്. ടാറ്റയുടെ ഒരു ഗംഭീര ലോഗോൻ്റെ താഴെ 360 ഡിഗ്രി ക്യാമറ ഒക്കെ കാണാം. നല്ലൊരു അടിപൊളി വ്യൂ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കിടിലൻ എയർ ഡാം കാണാം. അതിൻ്റെ ആ ഗ്രിൽസിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നാണ്. അതുകൂടാതെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വന്നേക്കണത്. ആ ഹെഡ് ലാമ്പിൻ്റെ താഴെ നോക്കിയാൽ ഈ സഫാരി എന്നുള്ളൊരു ചെറിയ ബാഡ്ജിങ് ആണ് ഒരു ക്രോം ഫിനിഷിൽ. ഇത് ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ താഴെ ഫോഗ് ലാമ്പ്, പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ലൈൻ എൻഡ് ടു എൻഡ് ആയിട്ട് ഹെഡ് ലാമ്പ്സിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. താഴ്ഭാഗത്തൊരു വലിയ എയർ ഡാം കാണാം. അവിടെ നമുക്ക് ഫ്രണ്ട് സെൻസറും കൂടെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട സെൻസർ. താഴത്തെ എയർ ഡാമിൻ്റെ ആ ഒരു ഭാഗത്ത് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. അതൊരു അലുമിനിയം ഫിനിഷോട് കൂടിയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ടോട്ടലി ഫ്രണ്ട് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാക്കിയിട്ടാണ് പുതിയ ഫേസ് ലിഫ്റ്റിൽ വന്നേക്കുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. ഹൈലി റോഡ് പ്രസൻസ് ആണ്. ടാറ്റ ഈ കളേഴ്സിൻ്റെ കാര്യത്തിലുണ്ടല്ലോ, ബോഡി കളേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് അപ്ഡേഷൻ വരുത്തിയിട്ടാണ് പുതിയ കളേഴ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൈറ്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ വീലാർച്ച് കാണാം. സൈഡിൽ ഒരു SUV എന്ന് തോന്നുന്ന രീതിക്കുള്ള വലിയ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ചിൻ്റെ വീൽസാണ് നമ്മുടെ പുതിയ സഫാരിയിൽ വന്നേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. അതുകൂടാണ്ട് ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ലോവർ വിസ്ബോൺ മാക്പേഴ്സൺ സ്ട്രക്ട് വിത്ത് കോയിൽ സ്പ്രിങ് ആൻഡ് ആൻറ്റി റോൾ ബാറാണ് ഫസ്റ്റത്തെ സസ്പെൻഷൻ, ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുന്നത്. പിയാനോ ബ്ലാക്ക് മിററൊക്കെ കാണാം. അതിൻ്റെ താഴെ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ കാണാം. എങ്ങനെയുണ്ട്? ഈ മിററൊക്കെ നല്ലൊരു വലുപ്പം വിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്തൊരു ലോഗോ കാണാം. നമ്മളത് നോക്കുന്നില്ല. മുമ്പുള്ള ഹാരിയറിൽ ഒരു താഴേക്കൊരു ഇല്യൂമിനേറ്റഡ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള സഫാരി എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ കാണാൻ പറ്റും. ഈ ഡോറിൽ ആദ്യമായിട്ടാണ് സഫാരിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു ബാഡ്ജിങ് ഒക്കെ വരുന്നത്. പിന്നെ ബോഡി കളേർഡ് നമ്മുടെ ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട്. അതും ഒരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. ഒരു ചെറിയ സ്വിച്ചും കൂടെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഇങ്ങനെ അറ്റം മുതൽ ഡോറിൻ്റെ ആ ഒരു എൻഡ് കണ്ട, ഈ എൻഡ് മുതൽ അറ്റം വരെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ആ ഒരു A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ പണ്ടത്തെ സഫാരിയുടെ ആ ഒരു തനതായുള്ള ഒരു കാര്യം ഈ മോൾ വശത്തെ ഗ്രില്ലിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് റൂഫ് റെയിലിൽ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട്? ആ ഒരു സഫാരിയുടെ ക്വാളിറ്റി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മോൾ വശത്തുള്ള ഭാഗം അതിലും ഒരു ക്രോം ആവരണം ഇങ്ങനെ പോയിട്ടുണ്ട്. സഫാരി എന്നുള്ളൊരു ചെറിയ ബാഡ്ജിങ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മുകളിൽ സൺറൂഫ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ആനിവേഴ്സറി എഡിഷൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലത്തെ ആ ഒരു ഹാൻഡിൽമേ നമുക്ക് ക്രോം ഫിനിഷ് കാണാൻ സാധിക്കും. ബാക്കിലത്തെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ സെമി ഇൻഡിപെൻഡൻറ്റ് ട്വിസ്റ്റ് ബ്ലേഡ് വിത്ത് ഫാൻ ഹോൾഡ് റോഡ് ആൻഡ് കോയിൽ സ്പ്രിംഗ് ആണ് ബാക്കിലത്തെ സസ്പെൻഷൻ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കും ഫ്രണ്ടും ആ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് പെയിന്റിന്റെ കാര്യം ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ. 50 ലിറ്ററിന്റെ ഡീസൽ ടാങ്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുമാത്രമല്ല, ഈ വാഹനത്തിൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലാണെങ്കിൽ 14.5 km/ലിറ്ററിലും നമ്മുടെ മാനുവൽ ആണെങ്കിൽ 16.3 km/ലിറ്ററിലാണ് മൈലേജ് ക്ലെയിം ചെയ്യണത്. ബാക്കിലത്തെ ആ ഒരു ബ്രേക്ക് ലൈറ്റും ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റിലും വെൽക്കം നോട്ടും അതുപോലെ തന്നെ ഗുഡ് ബൈ നോട്ടും നമുക്ക് അവൈലബിൾ ആട്ടോ. സീക്വൻഷ്യൽ DRLൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു C ഷേപ്പിലാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വരുന്നത്. എല്ലാം കൊണ്ടും ടോട്ടൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വെഹിക്കിൾ തന്നെ നമുക്ക് കണ്ണും പൂട്ടി വിളിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ സഫാരി വരുന്നത്.
ഈ ഒരു വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4668 mm ആണ് കേട്ടോ വരുന്നത്. മുകളിൽ ഒരു ഷാർക്ക് ഫിൻ ആന്റിനൊക്കെ കാണാൻ പറ്റും, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ വൈപ്പർ വരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള രീതിക്കാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ അവിടെ ലോക്കൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ കാണാം. പിന്നെ നമ്മുടെ കണക്റ്റഡ് ബ്രേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ലോഗോൻ്റെ താഴെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. പിന്നെ താഴെ സഫാരി എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് പ്യുവർലി ഇലക്ട്രിക് ആയിട്ടാണ്. ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. നമ്മുടെ കാല് വെച്ചിട്ട് കിക്ക് ചെയ്തിട്ട് നമുക്ക് ഓണാക്കി എടുക്കാൻ പറ്റും. ഈ വാഹനത്തിന്റെ വിഡ്ത്ത് വരുന്നത് 1922 mm, ഹൈറ്റ് വരുന്നത് 1795 mm ആണ് വരുന്നത്. ഇവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. നല്ലൊരു വെർട്ടിക്കൽ ഷേപ്പിലാണ് ബാക്കിലത്തെ റിഫ്ലക്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും വെച്ചേക്കുന്നത്. ഈ വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2741 mm ആണ് ഈ വാഹനത്തിന്റെ ടോട്ടൽ വീൽ ബേസ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെ ഹൈലി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വെഹിക്കിളും കൂടിയാണ് ടാറ്റ സഫാരി. 205 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി നമുക്ക് ഡോറിന്ന് തുറന്ന് നോക്കുമ്പോൾ പ്രീമിയംനെസിന്റെ ഒക്കെ ടോപ്പ് ലെവൽ കേട്ടോ. നമ്മുടെ ആ ഒരു പിടിക്കുന്ന ഒരു റെയിൽ എന്നൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്താണ്. പിന്നെ ഇതൊരു ബ്രൗണിഷ് ടച്ചൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് മാത്രമല്ല ഇവിടെ നമുക്കൊരു വേറെ ഗ്രേ കളറൊക്കെ കാണാൻ സാധിക്കും. താഴെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്, അതുപോലെ അംബർല ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം, പിന്നെ മെമ്മറി ഫങ്ഷൻസ് ഉള്ള സീറ്റുകളാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും വരുന്നത്. പിന്നെ ലെതറിൻ്റെ ഒക്കെ മാക്സിമം ടോപ്പ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു വൈറ്റ് സ്റ്റോണാണ് എനിക്ക് മൊത്തം കാണുമ്പോൾ തോന്നിയത് കേട്ടോ. നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയാലോ. ആ കയറി ഇരിക്കുമ്പോൾ തന്നെ ആ കംഫർട്ടിൻ്റെ ഒരു ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൊത്തം ആ വ്യൂ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയേ. എല്ലാ സൈഡിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കാണാൻ പറ്റും, ഒരു വൈറ്റ് സ്റ്റോണും നമുക്ക് കാണാൻ സാധിക്കും. വാഹനം ഓണാക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ലസ്റ്ററിൽ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ക്ലസ്റ്ററാണ് വരുന്നത്. എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിന്റെ ക്ലസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ടച്ച് സ്ക്രീനും കൂടി ആട്ടാ. നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീലായി. അത് നമ്മൾ ഓണാക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഓണാക്കി ജസ്റ്റ് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെ നോക്കിക്കോട്ടാ, നോക്കിയാ ഓപ്പണിംഗ് ഒക്കെ. ഇത് നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു വെൽക്കം ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ ക്ലസ്റ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ടാറ്റയുടെ ഫുൾ ഓപ്ഷനിൽ 7 എയർ ബാഗ്സ് ആണ് വരുന്നത്. പിന്നെ സേഫ്റ്റിയെ കുറിച്ച് പറയേണ്ട കാര്യമല്ലോ, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വാഹനം കൂടിയാണ് സഫാരി. പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീനെ പറ്റി പറയുമ്പോൾ 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കണക്റ്റഡ് ആപ്സും ഫീച്ചേഴ്സൊക്കെ നമുക്കുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് നോക്കാം. ആപ്പിൾ പ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോം ഈ വാഹനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗെയിമിംഗ് മോഡ്സ് ഒക്കെ ഉണ്ട്. അലക്സ, സിറി, ഗൂഗിൾ, ഹേ ഗൂഗിൾ, ഇതെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരും കേട്ടോ. അതുപോലെ ഹേ ഗൂഗിൾ ഓപ്പൺ സൺറൂഫ് എന്നൊക്കെ പറഞ്ഞാൽ അതും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലത്തെ സോണിലത്തെ മ്യൂസിക് സിസ്റ്റം ഓഫ് ചെയ്തിടാം, ബാക്കിലത്തെ, അങ്ങനെ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇലൂമിനേറ്റഡ് ലോഗോ ആണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. അതെല്ലാം കൊണ്ടും പ്രീമിയംനെസിൻ്റെ ഒക്കെ ഒരു ടോപ്പ് ലെവൽ എത്തിച്ചേക്കാണ്. സ്റ്റിയറിങ്ങിനൊക്കെ പറ്റി പറയുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് മാത്രമല്ല 4 സ്ട്രോക്ക് സ്റ്റിയറിംഗ് ആണ്. കണ്ട 4 ഒരു സ്പോക്സ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമില്ലേ ആ ഒരു ക്വാളിറ്റി ഒക്കെ. AC വെന്റിന്റെ താഴേക്ക് ഒരു മരത്തിന്റെ ടച്ചാണ്, വുഡൻ ടച്ചാണ് വന്നേക്കണേ. അവിടെ തന്നെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്വിച്ച് ഒക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ടാറ്റ ഇവിടെ. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പാഡിൽ ഷിഫ്റ്റ് കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമ്മുടെ വൈപ്പേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പാഡിൽ ഷിഫ്റ്റ് ആവശ്യമുള്ളവർക്ക് ആ രീതിക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വരുന്നുണ്ട്. നമ്മുടെ ടച്ച് സ്ക്രീനിന്റെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസിന്റെ ഒരു സ്വിച്ചുകളൊക്കെ കാണും. ഈ സ്വിച്ചുകളൊക്കെ ഓൺ ആവണമെങ്കിൽ വാഹനം ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ തെളിയുള്ളൂ. പ്ലസ് ഇതിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതും അടിപൊളിയായിട്ടില്ലേ. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സ് നോക്കിയാലോ, സ്ലോലി ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല രസമുണ്ട് ഏറ്റവും പുതിയ ടാറ്റ സഫാരി കാണാനായിട്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ടാറ്റ സഫാരിയുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നോക്കുന്നത്. 32,67,000 രൂപയാണ് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് പറഞ്ഞത്. കറക്റ്റ് നമുക്ക് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഇനി മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സിമ്പിളായിട്ട് പനോരമിക് സൺറൂഫാണ് വരുന്നത്. ഇനി ഇതുകൂടാതെ ഹേ ടാറ്റ പ്ലീസ് ഓപ്പൺ ദ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ രീതിക്കും കൂടെ ഓപ്പൺ ആവും. അങ്ങനെ ഒരുപാട് കമാൻഡിങ് ഐറ്റംസും കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്.
സെറ്റപ്പ് ആയിട്ടില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും. ഈ ഒരു പ്രൈസിനെ 100% വെറുത്തുനിന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ വെന്റിലേഷൻ ഓൺ ആക്കി ഇടുമ്പോൾ നല്ലൊരു കംഫർട്ട്നെസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചാർജിങ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പ്ലസ് വയർലെസ് ചാർജിങ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇവിടെ ടെറൈൻ മോഡ്സിൻ്റെ സ്വിച്ചുകൾ കാണാം, എക്കോ, സ്പോർട്സ്, ഡ്രൈവ് മോഡ്, അങ്ങനത്തെ ഡ്രൈവ് മോഡുകൾ കാണാം, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം. ഇനി അതുകൂടാതെ ആ ലെതറിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയുണ്ട്. പിന്നെ ഗിയർ ബോക്സ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആട്ടാ, നല്ല ടോർക്ക് കൺവെർട്ടർ, ചെമ്പായിട്ട് പടച്ചൊക്കെ പോകാൻ പറ്റും. പാർക്കിൻ്റെ ഒരു സ്വിച്ച് കാണാം, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് നമ്മുടെ പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റിൽ നമ്മൾ ഒരു കുത്തൂത്തൊക്കെ കണ്ടായിരുന്നു, ഇതാണ് വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമുക്കൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് 3 ലെയർ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. JBLൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്കിൽ നമുക്ക് സബ്വൂഫറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ സഫാരി കിടിലനായിട്ടുണ്ട്. മിറേഴ്സൊക്കെ നമുക്ക് ഇലക്ട്രിക്കലും കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഇനി വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഡോർ തുറക്കുമ്പോൾ തന്നെ ഒരു ഫോൺ ഹോൾഡർ വരുന്നുണ്ട്. അതാണ് സെക്കൻഡ് റോയിലെ അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഫോൺ വെക്കാൻ പറ്റും, നമ്മുടെ സൈഡിലേക്ക് വന്നിരിക്കും. പിന്നെ നമ്മുടെ വെയിലടിക്കാണ്ടുള്ള ഒരു വിൻഷീൽഡൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള ഒരു ഇൻബിൽഡ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇവിടെ ഒരു ബ്രൗൺ ടച്ചൊക്കെ വരുന്നുണ്ട്, JBLൻ്റെ ലോഗോ ഒക്കെ കാണാം. നമുക്കിനി ഒന്ന് അകത്ത് കയറി നോക്കിയാലോ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്. ഈ 7 സീറ്ററിലെ സെക്കൻഡ് റോയിൽ ഒരു രാജകീയമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നിറച്ച് കവേഴ്സും കാര്യങ്ങളാണ്, പുതിയ വണ്ടി ആയതുകൊണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. സെൻറ്ററിൽ നമുക്കൊരു ആംറസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കാലൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹെഡ് റൂമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഹെഡ് റൂമും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എത്ര ആയിട്ടുള്ള ആൾ കയറിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, AC-യുടെ കാര്യമാണെങ്കിൽ നമ്മുടെ B പില്ലറിലാണ് AC വരുന്നത്. അത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ ഐറ്റംസ് ഒക്കെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ 7 എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. റീഡിൽ ലാംപ്സ് അടിപൊളിയായിട്ടില്ലേ. പിന്നെ നമ്മുടെ സെക്കൻഡ് റോനും സീറ്റിലത്തെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ കോ ഡ്രൈവറുടെ സീറ്റ് ഒന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആളോട് ചോദിക്കേണ്ട കാര്യം, അതിനും സ്വിച്ചുകൾ അവൈലബിൾ ആയിട്ട് അവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇലക്ട്രിക്കൽ മോട്ടോഴ്സിലാട്ടോ അവൈലബിൾ ആയിട്ട് വരാം. അതായത് നീങ്ങലൊക്കെ ബാക്കിലത്തെ തേർഡ് റോയിലത്തെ AC സീറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനും നമ്മുടെ റിമൂവബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ടും ഈ ഒരു ഭാഗം മെയിനായിട്ടും പിള്ളേർക്കും മിഡിൽ ഏജ് ഉള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ളതാണ്. ഒരുപാട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കംഫർട്ടബിൾ ആവില്ല. ഇവിടെയും ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, AC-യുടെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിങ്ങനെ മറച്ചിട്ടിട്ട് വേണം ബാക്കിലേക്ക് ഇങ്ങനെ കയറാനായിട്ട്. ഒന്നും കൂടി പിടിച്ച് നമ്മൾ ഒന്ന് പൊക്കണം. എന്താ വെച്ചാൽ കവറുകളൊക്കെ ഇട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കയറുന്നില്ല. തേർഡ് റോനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കയറി ഇരുന്നിട്ടുള്ള ആ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾ അത് കണ്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ടാറ്റ സഫാരിയുടെ ടോട്ടൽ ഓവറോൾ വിശേഷങ്ങൾ. ഇനി വാഹനത്തിൻ്റെ നമുക്ക് എഞ്ചിൻ്റെ ആ ഒരു ഭാഗങ്ങൾ നോക്കിയാലോ. ഈ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടാറ്റ സഫാരിയുടെ കറക്റ്റ് പൊസിഷനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പണ്ടത്തെ സഫാരിയാണെന്ന് തോന്നുന്ന രീതിക്കിട്ടാ. ഇനി നമുക്ക് എഞ്ചിൻ റൂം നോക്കി നോക്കാം. ഇത് ഒരു കൈ കൊണ്ടൊക്കെ പൊക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടാ. സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബലമാണ്. അതായത് ആ ഒരു ബോണറ്റ് ഭയങ്കര വെയിറ്റ് ആണ്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായിട്ടില്ലേ? 2000 cc ക്രയോടെക് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരുപാട് റിഫൈൻമെൻറ്റോട് കൂടിയിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ സഫാരിയുടെ ഈ ഒരു എഞ്ചിൻ വന്നേക്കുന്നത്. 170 PS പവറും 350 Nm ടോർക്കോട് കൂടിയിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ സഫാരിയുടെ പവറും ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. 175 km/h വരെ അവനെ പടച്ചു പോകാൻ പറ്റും. വാട്ടച്ചാപ്പ് ഉണ്ടല്ലോ, കൈയൊക്കെ പെട്ട തീരുമാനമായിട്ടാ. അത്രയും ഭാരത്തിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ താഴേക്ക് കൊടുക്കാം. ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.